നാരദന്റെ അഹങ്കാരവും വിഷ്ണുമായയും. ഒരു ദിവസം ദേവർഷി നാരദന് ഒരു ചെറിയ അഹങ്കാരം തോന്നി. ഈ ലോകത്തിലെ മായയെ ഞാൻ ജയിച്ചിരിക്കുന്നു. വിഷ്ണു ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തൻ ഞാൻ തന്നെയാണ് എന്ന് നാരദൻ അഭിമാനത്തോടെ പറഞ്ഞു. അപ്പോൾ വിഷ്ണു ഭഗവാൻ സ്നേഹത്തോടെ നാരദന് ഒരു ചെറിയ പരീക്ഷ നൽകാൻ തീരുമാനിച്ചു. നാരദ, എനിക്ക് ദാഹം. അടുത്ത ഗ്രാമത്തിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാമോ എന്ന് ഭഗവാൻ പറഞ്ഞു. നാരദൻ ഉടൻ തന്നെ വെള്ളം തേടി ഗ്രാമത്തിലേക്ക് പോയി. അവിടെ ഒരു വീട്ടിൽ വാതിൽ തട്ടിയപ്പോൾ അതിസുന്ദരിയായ ഒരു യുവതി വാതിൽ തുറന്നു. ആ നിമിഷം മുതൽ നാരദന്റെ ജീവിതം മാറി. അവളോട് സ്നേഹം തോന്നി. നാരദൻ അവളെ വിവാഹം കഴിച്ചു. അവർക്ക് കുട്ടികൾ പിറന്നു. സന്തോഷകരമായ കുടുംബജീവിതം ആരംഭിച്ചു. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. 12 വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു. ഒരു ദിവസം വലിയൊരു പ്രളയം ആ ഗ്രാമത്തെ തകർത്തു. വെള്ളപ്പൊക്കത്തിൽ നാരദന്റെ വീട് ഒഴുകിപ്പോയി. അവന്റെ പ്രിയപ്പെട്ട ഭാര്യയും കുട്ടികളും വെള്ളത്തിൽ നഷ്ടമായി. ആ വലിയ വേദനയിൽ നാരദൻ കരഞ്ഞു വിളിച്ചു, വിഷ്ണുവേ, എന്നെ രക്ഷിക്കൂ. പെട്ടെന്ന് അവൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ താൻ വീണ്ടും മരുഭൂമിയിൽ വിഷ്ണു ഭഗവാന്റെ മുന്നിൽ നിൽക്കുകയാണെന്ന് കണ്ടു. ഭഗവാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നാരദ, ഞാൻ പറഞ്ഞ വെള്ളം എവിടെ? നീ പോയിട്ടിപ്പോൾ വെറും 30 സെക്കൻഡ് മാത്രമേ ആയുള്ളൂ. അപ്പോഴാണ് നാരദൻ തിരിച്ചറിഞ്ഞത് താൻ അനുഭവിച്ച 12 വർഷത്തെ ജീവിതം വെറും ഒരു മായയായിരുന്നുവെന്ന്. ഈ ലോകത്തിന്റെ മായ എത്രത്തോളം ശക്തമാണെന്ന് നാരദൻ അന്ന് മനസ്സിലാക്കി.